ക്രിസ്തീയ വേദപുസ്തകത്തിലെ യെരുശലേം ഒരു കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നു. അവസാന കുരിശുയുദ്ധത്തിന് ശേഷം ഈ നഗരം ഭൂരാഷ്ട്ര തന്ത്രത്തിന്റെ ഫലമായി നൂറ്റാണ്ടുകൾ പിന്തങ്ങിയിരുന്നു. ഇസ്രായേൽ വീണ്ടും ലോകരാജ്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെടാൻ അവർ പിന്നിട്ട നാടകീയ സംഭവങ്ങൾ, വീണ്ടെടുക്കലിൻ്റെ പാതയിൽ അവർ അനുഭവിച്ച ദുരന്തങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അത് യുഗങ്ങളായി യെരുശലേമിനെ രൂപപ്പെടുത്തിയിരിക്കുന്നു. സേലം രാജാവായ മൽക്കീസേദക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ദശാംശം സ്വീകരിക്കുകയും ചെയ്യുന്നു. മോരിയയുടെ ദേശത്ത് ഇസഹാക്കിനെ ഹോമയാഗം കഴിക്ക എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. പിന്നീട് ഇസഹാക്കിന് പകരം ദൈവം ഒരു ആട്ടുകൊറ്റൻ നൽകി. യെരുശലേം രാജാവായ അദോനിസേദെക്കിനെ യോശുവ പരാജയപ്പെടുത്തി യെബൂസലൈറ്റുകൾ നഗരത്തിന്റെ ഒരു ഭാഗം നിലനിർത്തി. യെരുശലേം ദാവീദ് രാജാവ് പിടിച്ചെടുത്തു. കോട്ട ദാവീദിന്റെ നഗരമായി മാറി. യെരുശലേം മുഴുവൻ ഇസ്രായേലിന്റെയും തലസ്ഥാനമായി മാറി. വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിലെ ബാധയെ തടയുന്നതിന് ദാവീദ് രാജാവിന് ബലിയർപ്പിക്കാൻ വേണ്ടി നഗരത്തോട് ചേർന്നുള്ള മോരിയ പർവ്വതത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജബൂസിയക്കാരനായ ഓർണാന്റെ കളം ദൈവം തിരഞ്ഞെടുത്തു. ഇവിടെയാണ് ഡോം ഓഫ് ദി റോക്ക്, ഒരു വലിയ പാറ ഉള്ളത്. എബ്രാഹിം തന്റെ മകൻ ഐസക്കിനെ ബലിയർപ്പിക്കാൻ തയ്യാറായ സ്ഥലമാണിത്. ഇത് ഭാവിയിലെ യെരുശലേം ദേവാലയത്തിന്റെ സ്ഥലമായി മാറും. നെബൂഖദ്നേസർ രാജാവ് യെരുശലേമും ദേവാലയവും കീഴടക്കി നശിപ്പിച്ചു. പേർഷ്യയിലെ മഹാനായ സൈറസ് ബാബിലോണിനെ കീഴടക്കി. നാടുകടത്തപ്പെട്ട യഹൂദ പ്രവാസികളെ യെരുശലേമിലേക്ക് മടങ്ങാൻ മഹാനായ സൈറസ് അനുവദിച്ചു. യെരുശലേമിനെ കീഴടക്കി റോമിന്റെ ഭാഗമാക്കി. മഹാനായ ഹെരോദാവ് യെരുശലേമിൽ രാജാവായി. രണ്ടാം തവണ യെരുശലേം ദേവാലയം റോമക്കാർ നശിപ്പിച്ചു. പടിഞ്ഞാറൻ വിലാപ മുതൽ ഇപ്പോൾ അവശേഷിക്കുന്നു. AD 70-നും 1800-നും ഇടയ്ക്ക് മുസ്ലിങ്ങളുടെ ആധിപത്യം ഉൾപ്പെടെ നിരവധി അധിനിവേശ സംഘർഷങ്ങൾ യെരുശലേമിലുണ്ടായി. എന്നാൽ AD 1917 യെരുശലേം അതിൻ്റെ മറ്റൊരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. പലസ്തീനിൽ യഹൂദന്മാരുടെ മാതൃഭൂമി സ്ഥാപിക്കാനുള്ള നയം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ ബൽഫോർ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. ജനറൽ എഡ്വേർഡ് അലൻബിയുടെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈന്യം തുർക്കികളെ പരാജയപ്പെടുത്തി യെരുശലേമിൽ പ്രവേശിച്ചു. ഐക്യരാഷ്ട്രസഭ യെരുശലേം വിഭജിച്ചു. അറബ് യഹൂദ നിയന്ത്രണങ്ങൾക്കിടയിൽ യെരുശലേം വിഭജിച്ചിരുന്നു. 1948 മെയ് 14 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. അറബ് ലീഗിന്റെ ആക്രമണത്തിനെതിരെ ഇസ്രായേൽ സ്വയം പ്രതിരോധിച്ചു. 6 ദിവസത്തെ യുദ്ധത്തിൽ യെരുശലേം മുഴുവൻ പിടിച്ചടക്കുകയും AD 70 നാശത്തിനു ശേഷം ആദ്യമായി യഹൂദ ഭരണത്തിന് കീഴിലായി യെരുശലേം.